തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. എൽഡിഎഫിനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ പരാജയ കാരണമായെന്നും സിപിഐ റിപ്പോർട്ടിൽ പറയുന്നു. സിപിഐ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അത് നേരെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. നേരത്തെ വന്ന CPM റിപ്പോർട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വലിയ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന് കാരണം മുഖ്യമന്ത്രിയുടെ ചില തീരുമാനങ്ങളാണ്. എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണം, ശബരിമല വിഷയം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവയൊക്കെ പരാജയത്തിന് കാരണമായെന്നാണ് CPI റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി എന്തായിരിക്കും ഇതിലുണ്ടാകുന്ന മറ്റു രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് CPIയുടെ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കുക തന്നെയാണ് CPIയുടെ റിപ്പോർട്ടിൽ ചെയ്യുന്നത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്നാണ് CPI പറയുന്നത്. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ഈ പരാമർശം വന്നത്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞത്. വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തില്ല എന്നൊരാരോപണവും CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, എതിരായി വോട്ട് ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായത് എന്ന തരത്തിലുള്ള ഒരു വിമർശനവും CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവയൊക്കെ പരാജയത്തിന് കാരണമായെന്ന് CPI പറയുന്നു. മുഖ്യമന്ത്രിക്കുള്ള ജനവികാരവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് എന്നും തുറന്നടിക്കുകയാണ് CPI. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എതിർപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായെന്ന വിമർശനവും CPI ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ കുറ്റപ്പെടുത്തലുണ്ടായത്. ശബരിമല തിരിച്ചടിയായെന്നും PM ശ്രീയിൽ ഒപ്പിട്ടത് വിനയായെന്നും ഒക്കെയാണ് പറയുന്നത്. ഇതുതന്നെയായിരുന്നു CPMന്റെയും തെരഞ്ഞെടുപ്പ് തോൽവിയിലുണ്ടായ കണ്ടെത്തലുകളിൽ പറഞ്ഞത്. ശബരിമല വിഷയവും PM ശ്രീയിൽ ഒപ്പിട്ടതും ഒക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു അന്നും. ചില കാര്യങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അത് ജനങ്ങളിൽ സംശയമുണ്ടാക്കി. വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരമുണ്ടാകാനുള്ള കാരണമുണ്ടായി എന്നൊക്കെയുള്ള കണ്ടെത്തലുകളുണ്ടായി. വെള്ളാപ്പള്ളിയോടുള്ള ആഭിമുഖ്യവും ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്നതിന് കാരണമായി. വെള്ളാപ്പള്ളിയെ തുടർച്ചയായി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ശരിയല്ല എന്ന തരത്തിലും CPI ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് CPI ഇപ്പോൾ ആരോപിക്കുന്നത്. ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഫലം എതിരായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്നാണ് CPI പറയുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാനായില്ല. VV അരുൺ ചേരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, CPIയുടെ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. തുടക്കത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്കെതിരായി ഒന്നും പറയാതിരുന്ന CPMും CPIയും ഒക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അനുശ്രീ, ഒരു തിരുത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരത്തെയും CPIയുടെ നേതൃയോഗങ്ങളിലൊക്കെ വലിയ വിമർശനം ഉയർന്നു വരാറുണ്ട്. ആദ്യമായല്ല CPI മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. നേരത്തെയും പലപ്പോഴും എല്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയൊക്കെ വലിയ വിമർശനം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്കും പ്രധാന കാരണമായി CPI ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിക്ക് എതിരായ കാര്യങ്ങൾ തന്നെ. മുഖ്യമന്ത്രി നിലപാടും അതേ ശൈലിയും ഒക്കെ തന്നെയാണ് തിരിച്ചടിക്ക് കാരണമായെന്ന് CPI വളരെ വ്യക്തമായി തന്നെ നേരത്തെ നേതൃയോഗങ്ങളിൽ ചർച്ചയിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിലും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞല്ല റിപ്പോർട്ടിലുള്ളത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണ് CPI. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന
സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന അഭിപ്രായം ഉയർന്നു. അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ലെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം എന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വച്ചത്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിയുന്നത്. വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗങ്ങൾ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമെന്ന് CPI റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ കാരണമായി. അത് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ അത് പരോക്ഷമായി വിമർശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത്. ആ വെള്ളാപ്പള്ളിക്കൊപ്പമാണ് വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രി കാറിൽ കയറ്റി ഒപ്പം പോയത്. ആ വിഷയമാണ് അവിടെ CPI ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ഈ കാര്യങ്ങളൊക്കെ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ LDF യോഗത്തിലും സമാനമായ ചർച്ച ഉയർന്നു വന്നുവെന്നും CPIയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. LDF സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് പേരിന് മാത്രമാണ്. പലയിടത്തും LDFന്റെ യോഗങ്ങളൊന്നും ചേരുന്ന സാഹചര്യമില്ല. ജില്ലകളിൽ പ്രത്യേകിച്ച് എല്ലാം ചട്ടപ്പടിയായി മാറുന്നു എന്ന വിമർശനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടനെ LDF യോഗം ചേർന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. പാർട്ടികൾ തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയതിനു ശേഷം വീണ്ടും ചർച്ച ചെയ്യാമെന്നാണ് മുന്നണി പറഞ്ഞത്. LDF സംസ്ഥാന കമ്മിറ്റി മാത്രമാണ് കൂടുന്നത്. പല ജില്ലകളിലും ഔപചാരിക യോഗങ്ങളാണ് ചേരുന്നത്. മണ്ഡലം പഞ്ചായത്ത് തലത്തിൽ LDF യോഗം ചേരാറില്ല. LDF യോഗങ്ങൾ ചേരാതെ തീരുമാനങ്ങൾ താഴോട്ട് കൊണ്ടുപോകുന്നത് കൂട്ടായ പ്രവർത്തനം പ്രയാസമുണ്ടാക്കുന്നുണ്ട്. LDFന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചായത്ത് തലത്തിൽ പോയി യോഗം ചെയ്യുന്നത്, അതായത് മുന്നണിയുടെ പ്രവർത്തനവും കാര്യമായി നടക്കുന്നില്ല. സംസ്ഥാന തലത്തിൽ മാത്രമാണ് മുന്നണി എന്നിട്ട് പ്രവർത്തിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM ആവർത്തിച്ചു പറയുമ്പോൾ അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുതന്നെയാണ് ന്യൂനപക്ഷം അകന്നു തന്നെയാണ് തിരിച്ചടി കാരണമെന്ന് CPI അവരുടെ റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ പറയുകയാണ്. അതാണ് അരുൺ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM പറയുന്നു. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു വലിയ തോൽവിക്ക് കാരണമായതെന്ന് CPM ആരോപിക്കുമ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? സ്വാഭാവികമായും മുന്നണിയാണ്, ഈ മുന്നണി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു തിരുത്തലിന്റെ ഭാഗമായാണ് CPM ഒക്കെ നേതൃയോഗങ്ങളും അവലോകനങ്ങളും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും കൂടുതൽ തർക്കങ്ങളിലേക്കൊന്നും പോകാനിടയില്ല. പക്ഷേ അവരുടെ നിലപാട് അവതരിപ്പിച്ചതിനെ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ കൌൺസിലിലൊക്കെ പറഞ്ഞത് എന്തു ചെയ്യാനാണ് മുഖ്യമന്ത്രി തിരുത്തേണ്ടത്? ഒന്നുകിൽ മുഖ്യമന്ത്രി തിരുത്തണം, അദ്ദേഹം പാർട്ടി തിരുത്തണം. അതിൽ CPIക്ക് അതിൽ കൂടുതൽ റോളില്ല. CPMന്റെ നേതാവാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും CPMന്റെ എന്ന നിലയിൽ മുഖ്യമന്ത്രിയാവുന്നയാളാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് കാര്യമായ റോളില്ല. വിമർശനങ്ങൾ പലതും ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം മറുപടി പറഞ്ഞത്. പക്ഷേ അതിൽ CPIക്ക് കാര്യമായ ഒന്നും ചെയ്യാനില്ല. മുഖ്യമന്ത്രി ശൈലി തിരുത്തണമെന്ന് പറയുമ്പോൾ അത് തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടത് CPMO ആണ്. CPIക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കോ ഒന്നും CPI പോകാനിടയില്ല. അരുണാണ് വിവരങ്ങൾ നൽകിയത്.